ആദ്യത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്നുവരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി ആ യാദൃച്ഛികതകളും ആകസ്മികതകളും നിറഞ്ഞതാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതിയിരിക്കുന്നത് ഷാരിസാണ്, ഡിജോ അല്ല. ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നത് ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ്. എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് 2021 എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യനും പാകിസ്ഥാനിയും ഒരുമിച്ച് ക്വാറന്റൈനിലാകി പോകുന്ന ഒരു കഥ ഷാരിസ് ഈ ശ്രീജിത്തുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു. അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു. ശ്രീജിത്തും ഷാരിസും ചേർന്ന് ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ സമീപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതും 2021 ഓഗസ്റ്റിലാണ്. അദ്ദേഹം അത് റോഷൻ മാത്യുവിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത്. ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ അപ്പോയിൻമെൻറ്റും അദ്ദേഹമാണ് എടുത്തു കൊടുത്തത്. അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട്, ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എങ്ങും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരിസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി, ഷാരിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ്. അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഡിജോ രംഗത്ത് വരുന്നതും ഈ പടം ചെയ്യുന്നത്. അപ്പോൾ ജയസൂര്യയായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു. ഡിജോ ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു പടം ജോഷ് സാറും ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ, അത് മാറിപ്പോയി, അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞ് ഒരു ലൈനിൽ അതിൻ്റെ വളരെ പ്രത്യേകം ഞങ്ങൾ എടുത്ത് ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ്, ഒരു ലൈനിൽ ഞാനതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. വിശദമായി പറഞ്ഞില്ല, കാരണം അത് എൻ്റെ ജോലിയല്ല, അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത്. അത് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്നുള്ളത്. അങ്ങനെ നിഷാദ് കോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പിന്നീട് ഇവരുടെ ഒരു റിക്കി നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ, അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ഡിജോ തയ്യാറായത്. റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു PDF ഇദ്ദേഹത്തിന് ഷെയർ ചെയ്തു. അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആ PDF ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ഡിജോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത PDF കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, തീർച്ചയായിട്ടും ഒരേ കഥ, ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. ഏതായാലും ഈ പാകിസ്ഥാനിയും ഇന്ത്യനും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെയാണ് ഇതിലെ കോമൺ എലിമെൻറ്റ്സ്. എൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ടുപേരുടെയും കഥ എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. പക്ഷേ
ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതി കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. 2013 വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത്ത്, അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ 2013 ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. 2013 അത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള എം രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവര് അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും 2014-15 കാലഘട്ടങ്ങളിൽ 15-ലാണെന്ന് തോന്നുന്നു ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിനുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാതെ പോയത്. ഇതിനകത്തെ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എമ്പതി അർഹിക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത് ഈ രാജീവാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തുണ്ട്. അദ്ദേഹം ഇതുവരെ പടം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം ട്രജക്ടറിയാണ്. ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ പ്രശ്നത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ദേറയിലാണ് ആ കഥ നടക്കുന്നത്. ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധനാവുകയും ചെയ്യുന്നു. ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ, ഞങ്ങളത് ചെക്ക് ചെയ്തു, ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യമാണ്. കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അത് ചെയ്തത് അജുവാണ്. അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജുവാണ്. ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് മാത്രമല്ല, ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതിയിട്ടുണ്ട്. എന്താണ് കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് ഭൂതം വരും പ്രകടിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് 2013-14 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ രാജീവുണ്ട്, ഷാരിസ് ഉണ്ട്, നിഷാദ് ഉണ്ട്. അപ്പോൾ ഈ 3 എഴുത്തുകാർ ഏതോ ഒരു എന്താ പറയണ്ട ഒരു പൊതു അബോധത്തിൽ നിന്ന് ഇത് ഈ എലിമെന്റ്സ് സ്വീകരിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ രാജീവിനെ വിളിച്ചപ്പോൾ രാജീവ് ജീവിതത്തിൽ ഡിജോയോ ഷാരിസിനെയോ ആരെയും കണ്ടിട്ടുണ്ട്. ഇവരൊന്നും യാതൊരു പരിചയമില്ല. അപ്പോൾ ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതാണ് ഇവിടെ സത്യത്തിലുണ്ടായിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വിഷയം ബ്ലോൺ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ട്. അതിൻ്റെ മേൽ ഷാരിസിനും ഡിജോയ്ക്കും വല്ലാത്ത ഒരു മോബ് ലിഞ്ചിങ് ഈ സൈബർ ലോകത്ത് ഉണ്ടാകുന്നുണ്ട്. അവരെ വിടാതെ പിടിച്ചുകൊണ്ട് കള്ളന്മാരാക്കുന്ന പോസ്റ്റുകൾ നിലനിൽക്കുന്നു. അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ 2 പേരും നിൽക്കുന്നത്. 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ തിരക്കഥ ഷാരിസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നും അത് ഡിജോയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ എസൻസ് പോകാതെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 2013, 14, 15 കാലഘട്ടങ്ങളിൽ അയാൾ 16 വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ആൾ ഇപ്പോഴും എറണാകുളത്തുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേറൊരു ഗ്രീവൻസ് ആണുള്ളത്. ഒരു പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ആ പടത്തിൻ്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് അവരുടെ ഗ്രീവൻസ്. അത് അവരായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്.